ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക് സ്പീക്കർ. ഒരു പബ്ലിക് സ്പീക്കർ എന്ന നിലയിൽ എന്തൊക്കെ ബെനിഫിറ്റാണ്, എന്തൊക്കെ ഗുണങ്ങളാണ്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്. ഒരു പ്രസംഗകല നേടിയെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉള്ള ഗുണങ്ങൾ എന്തൊക്കെ, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ഒന്ന്, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും അദ്ദേഹത്തിന്. കാരണം ഒരുപാട് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കണം, ഒരുപാട് കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അവരിലേക്ക് ഇങ്ങനെ ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു പക്ഷേ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയാൻ കഴിയുന്നത്, ഒന്ന്, നല്ല കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഉള്ളതാണ്. മറ്റൊന്ന്, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നല്ലൊരു പബ്ലിക് സ്പീക്കർ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ കൂടിയായിരിക്കും. അയാൾ അപാരമായിട്ട് ആശയവിനിമയം നടത്തും, മനോഹരമായിട്ട് അദ്ദേഹത്തിന് ആശയവിനിമയം നടത്താൻ പറ്റും. അപ്പോൾ നിരന്തരമായിട്ട് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യും തോറും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇങ്ങനെ വർദ്ധിച്ചു വരും. മറ്റൊന്ന്, പ്രസൻറ്റേഷൻ സ്കില്ല്. മനോഹരമായിട്ടായിരിക്കും അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. തുടർച്ചയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റേഷൻ സ്കില്ല് വർദ്ധിക്കും. മറ്റൊന്ന്, സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല. ഈ വ്യക്തി എവിടെ കയറി, ഏത് സ്റ്റേജിൽ കയറിയിട്ടും അല്ലെങ്കിൽ ആളുകളെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. അദ്ദേഹത്തിനൊരു ഭയം ഉണ്ടാവില്ല. സഭാകമ്പം, സ്റ്റേജ് ഫിയർ ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. മറ്റൊരു ബെനിഫിറ്റ്, ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. ഇഫ് യു ക്യാൻ സ്പീക്ക്, യു ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ്. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂറത്തെ പ്രഭാഷണം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറത്തെ ഒരു ടോക്ക് കൊണ്ട് മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇൻസ്പയറിങ് അതേഴ്സ്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പം സോഷ്യലി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായിട്ട് ഇദ്ദേഹത്തിന് സ്ട്രോങ് റിലേഷൻഷിപ്പ് ആവും. ഇദ്ദേഹത്തിൻ്റെ അരമണിക്കൂറിന്, ഒരു മണിക്കൂറിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർത്തുകൊണ്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സ്ട്രോങ് റിലേഷൻഷിപ്പ്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ, ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ആ ബന്ധങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോവാൻ ഈ പബ്ലിക് സ്പീക്കിംഗ് സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, നല്ലൊരു അറിവുള്ള വ്യക്തിയായിട്ട് മാറും. ഒരു പബ്ലിക് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അദ്ദേഹം ഒരു പ്രിപ്പറേഷനിലായിരിക്കും. ഒരു പ്രസംഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസംഗിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് വായിക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയ അറിവുള്ളൊരു വ്യക്തിയായിരിക്കും ഈ പബ്ലിക് സ്പീക്കർ. അപ്പം അങ്ങനെ ഒരുപാട് നോളജ്, ഐഡിയാസൊക്കെ ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടാൻ സാധിക്കും. അങ്ങനെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് നേടിയെടുത്ത ഈ വ്യക്തി സമൂഹത്തിൽ വിലയും മൂല്യവുമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറിക്ക് മാറ്റുന്ന ഒരു കലയാണ് പബ്ലിക് സ്പീക്കിംഗ്. ഇനി കരിയറിലേക്ക് വരുമ്പോൾ പബ്ലിക് സ്പീക്കിംഗ് കൊണ്ടുള്ള മറ്റൊരു ഗുണം, ഇദ്ദേഹം ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ മീറ്റിങ്ങുകളിൽ അതല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസോ പ്രസൻറ്റ് ചെയ്യാൻ, കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ, നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ, ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ ഒക്കെ ഈ പബ്ലിക് സ്പീക്കിംഗ് സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് പബ്ലിക് സ്പീക്കിംഗ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ടീച്ചിങ് മേഖലയിലേക്ക് പോകാം, ട്രെയിനിങ് മേഖലയിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവും. നിങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്കും ഉണ്ടാവും. അങ്ങനെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ
പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്, ഗുണങ്ങൾ, അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം.